ഹലോ ഗായ്സ്, ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ചെയ്ത ഒരു ആർട്ട് വർക്കാണ്. ഇതൊരു ഒരു മാസം അടുപ്പിച്ച് ഞാൻ എന്താ പറയുക ഇതിന് വേണ്ടി വർക്ക് ചെയ്ത് എല്ലാം ചെയ്തെടുത്തതാണ്. പക്ഷേ എന്താ പറയുക, ഈ വർഷം എനിക്ക് ഇതിനൊന്നും സാധിച്ചില്ല. നിങ്ങൾക്കറിയാലോ, ഞങ്ങളുടെ ഫാമിലിയിൽ അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി, എൻ്റെ ബർത്ത്ഡേ, കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേ ഇതൊക്കെ ആയിരിക്കും കൂടുതൽ ആഘോഷിക്കാറുള്ളത്. വേറെ അങ്ങനെ വലുതായിട്ട് സെലിബ്രേഷൻ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പം ഈ 3 ഡേയ്സ് നമ്മൾ സ്പെഷ്യലാക്കാറാണ് പതിവ്. ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുക അങ്ങനത്തെയൊക്കെ. പക്ഷേ ഈ പ്രാവശ്യം ഒന്നിനും പറ്റിയില്ല. അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല. സംഭവം അമ്മച്ചിയമ്മയുടെ മരണത്തിൻ്റെയും നാളെ 16 അപ്പം നമുക്കതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ എന്തായാലും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടോ ഒക്കെ എനിക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. അപ്പം ഇതാണ് എൻ്റെ യൂട്യൂബ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമായി. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയും സന്തോഷമുണ്ട്. എന്നെ ഇത്രയും 6K സബ്സ്ക്രൈബേഴ്സാണ് എനിക്കിപ്പോൾ ഉള്ളത്. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഫാമിലി എൻ്റെയും ഒക്കെ എല്ലാവരുടെ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഇതേപോലെ നിങ്ങളെ ട്രഷർ ചെയ്യും. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത് പറയാൻ വേണ്ടിയാണ് എനിക്ക് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ ഇട്ട് നമ്മളെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോയും ഇതിലൂടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഗൈസ്. അപ്പോൾ അതാ പോസ്റ്റിന് ബിന്ദു ആൻറ്റി ഇട്ട കമൻ്റാണ്, അച്ഛൻ ഇന്ന് അമ്മയ്ക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തു അതോ സീരിയലാണോന്ന്. രണ്ടുപേരും ഇന്ന് ഒരുമിച്ചിരുന്ന് സീരിയൽ കാണുമായിരുന്നു ഗൈസ്. അതിലൊരു കുറവും ഇല്ലായിരുന്നു. പിന്നെ ഗിഫ്റ്റ് മേടിച്ചു ആദ്യത്തെ 1-2 വർഷമൊക്കെ ഗിഫ്റ്റ് മേടിച്ചു തന്നിട്ടുണ്ട്. പിന്നെയൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ലഡു, ജിലേബി എന്നിങ്ങനെയൊക്കെ ഉള്ളതായിട്ട് മാറി മാറി വന്നു. പിന്നെ ഞങ്ങൾ വളർന്നപ്പോഴത്തേക്കും അച്ഛൻ പിന്നെ ഫുഡൊക്കെ മേടിച്ചു തരാനും, ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ച് കഴിക്കും, നമുക്ക് ഇഷ്ടമുള്ള കടയിൽ പോയി കഴിക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ അച്ഛന് ദൂരെയൊക്കെ എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പിന്നെ അച്ഛൻ ഞാൻ വിളിച്ച് പറയുമ്പോൾ പിന്നെ പുറത്ത് പോകാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഫുഡ് വാങ്ങിച്ചോണ്ട് വന്നാൽ മതി, നമുക്ക് പുറത്തൊന്നും ഇനിയിപ്പോ നൈറ്റ് പോണ്ട എന്നൊക്കെ വിചാരിച്ച് ഫുഡ് മേടിച്ചോണ്ട് വരാൻ തുടങ്ങി. പിന്നെ തുടങ്ങിയെന്നല്ല, ഓരോ വർഷം നമ്മൾ ഓരോ സാഹചര്യം പോലെയാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഇവര് വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കൂലായിരുന്നു. ആദ്യം 10 വയസ്സ് വരെ ഞാൻ ഒറ്റ മോളായിരുന്നതുകൊണ്ട് എനിക്കുള്ള ബർത്ത്ഡേ നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിക്കും. പിന്നെ 10 വയസ്സ് ശേഷമാണ് ഒരു കുരുപ്പ് വന്നത്. പിന്നെ അവളെ എൻ്റെയും ബർത്ത്ഡേ ഒരുപോലെ നല്ല ഗ്രാൻഡായിട്ട്, എന്ന് വെച്ചാൽ വലുതായിട്ട് പുറത്ത് ആരെയും വിളിക്കൂല. പക്ഷെ ഞങ്ങൾ ഫുഡ് കഴിക്കാനും സിനിമ കാണാനും ഒക്കെ അങ്ങനെ പോയി തുടങ്ങി. പിന്നെ ഞങ്ങൾ വളർന്നപ്പം ഇവർക്ക് ഗിഫ്റ്റ് കൊടുത്ത്, എന്ന് വെച്ചാൽ കൊച്ചിലേക്ക് ഞാൻ വലുതായിട്ട് എൻ്റെ കയ്യിൽ പൈസയൊന്നും ഞാൻ സൂക്ഷിക്കാറില്ല. കാരണം നേരെ അമ്മയെ കൊടുക്കും, എനിക്ക് ഇഷ്ടമുള്ള എല്ലാം അമ്മ മേടിച്ച് തരും. അതുകൊണ്ട് പൈസ എൻ്റെ കയ്യിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു ജനുവരി ഒക്കെ ആകുമ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ കൂട്ടി ഒരു 20 രൂപ 30 രൂപയൊക്കെ കിട്ടുമ്പോൾ അതിലൊരു മുട്ടായിയോ എനിക്ക് എന്താണോ തോന്നുന്നത് അമ്മയ്ക്കും അച്ഛനും സർപ്രൈസ് ആയിട്ട് മേടിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മേടിച്ച് ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പം പിന്നെ ഇവരും എന്റെ കാശിൽ തന്നെ എന്റെ എന്നെ മേടിച്ചോണ്ട് പോയി ഗിഫ്റ്റ് മേടിച്ചോണ്ട് വരും. അങ്ങനെ കഴിഞ്ഞ വർഷമായിരുന്നു അവള് ഒളിച്ച് എന്നെ അറിയിക്കണ്ടെന്ന് വിചാരിച്ചു. അവൾക്ക് കാശല്ല, അല്ലാത്ത രീതിയിൽ പ്രിന്റ് ചെയ്തും ഒക്കെ അവള് ഒരു കാശായി. പിന്നെ അങ്ങനെയാണ് അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറിയും കൂടെ അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ പോലെ ആഘോഷിക്കാൻ തുടങ്ങിയത്. വലിയ ആഘോഷമൊന്നുമല്ല, ചെറിയ ഒരു നൈറ്റ് ചേട്ടൻ വരുമ്പം നമ്മൾ എല്ലാവരും കൂടി പോയി ഒരു പുറത്ത് പോയി ഭക്ഷണം, അല്ലെങ്കിൽ ചേട്ടൻ വരുമ്പം കൊണ്ടുവരും. കുറച്ചുകൂടി ലേറ്റാവും, 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചേട്ടൻ ജോലിയും കഴിഞ്ഞ് വരണമെങ്കിൽ ചേട്ടൻ കാട്ടാക്കടയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും മേടിച്ചിട്ട് വരും. ഇല്ല കുറച്ച് നേരത്തെ വരാൻ പറ്റുവാണെങ്കിൽ നമ്മളിങ്ങനെ പ്രത്യേകം പറയാം, അച്ഛൻ ഇന്ന കടയിൽ നിന്ന് അച്ഛൻ ഇന്ന കട വാങ്ങിച്ചോണ്ട് വന്നില്ല, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു, അവിടെ നിന്നൊക്കെ മേടിച്ചോണ്ട് വന്നാൽ മതി, വേറെ എവിടെ നിന്നും വാങ്ങിക്കണ്ട. പിന്നെ നേരത്തെ വരാൻ പറ്റുന്ന ദിവസങ്ങളിലാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച്. പിന്നെ ഞങ്ങൾ കൊറോണ കഴിഞ്ഞ് പുറത്തൊക്കെ പോയി തുടങ്ങിയ ടൈമിൽ അച്ഛൻ ജോലിക്കൊക്കെ പോയി ക്ഷീണിച്ച് വന്നിരിക്കുവാണ്, തൈ കണ്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് പോയി ഒരു തട്ടുകടയിൽ പോയി, നമുക്ക് അവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എല്ലാം നാടൻ ഫുഡായിരുന്നു. അവിടെ പോയി കഴിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ പോയി കഴിച്ചതാണ്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ഹാപ്പിനെസ് തരാറുള്ളത്. അല്ലാണ്ട് വലുതായിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒന്നും ഇല്ല. ഞങ്ങളിങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ഫുഡ് കഴിക്കുക, സംസാരിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.